ഷാൻ മുന്നാസ് ബ്ലോ. ഹായ് കൂട്ടുകാരെ, ഇപ്പം സമയം രാത്രി ഒരു 12 മണി. ഇപ്പം നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടാവും ഈ ബാഗും എഴുത്തൊക്കെ എഴുതണേ. എന്താണെന്നറിയോ, നാളെ രാവിലെ ഉമ്മാൻ്റെ വീട്ടിലത്തെ കാക്കുമാരും ആൻറ്റിമാരും ഉംറക്ക് പോവാണ്. അപ്പോൾ അവരെ ബാഗ് റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഉംറൻ്റെ ക്ലാസ്സിൽ പോയപ്പോൾ കിട്ടിയതാണ് ഈ ബുക്കും ബാഗൊക്കെ. ആ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിക്കണ്. അവസാനത്തെ മിനുക്കുമണിയാണ്. പോകുമ്പോൾ കഴിക്കാനുള്ള ഫുഡും ഒക്കെ ഓല് കരുതുന്നുണ്ട് കേട്ടോ. രാവിലെ 3:30 ആണ് കേട്ടോ ഇപ്പോൾ ടൈം. പോവാനൊക്കെ റെഡിയായി. ആൻറ്റിമാരെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വന്നിരിക്കണം. ഓലക്ക് ചായ കൊടുക്കേണ്ട തിരക്കിലാണ് ഇപ്പോൾ. അതിൻ്റെ അടിയിൽ ഞാനും മുന്നൊക്കെ ചായ കുടിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഓല് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. 3 വണ്ടിയിലാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോണത്. എല്ലാവരും വണ്ടി കയറുന്ന തിരക്കിലാണ് ഇപ്പോൾ. ഇപ്പോൾ മഞ്ചേരിയിലെത്തിട്ടോ. അപ്പോൾ 4:45 ആയി തുടങ്ങി. സുബഹി നിസ്കരിച്ചിന് പോണ എല്ലാവരോടും മുസാഫർ ഖാനിയിലെത്താനാണ് കേട്ടോ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് മുസാഫർ ഖാന. അത് വലിയൊരു പള്ളിയാണ്. എല്ലാവർക്കും അതിൽ നിസ്കരിച്ചുള്ള സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ മുസാഫർ ഖാനിയിലെത്തിട്ടോ. ഞങ്ങളെത്തിയപ്പോഴത്തേനും ബാങ്ക് കൊടുത്തുക്കണം. ആണുങ്ങളൊക്കെ ഇവിടെ തന്നെ കേട്ടോ നിസ്കരിച്ചത്. പെണ്ണുങ്ങൾ ഇതിൻ്റെ ബാക്കിൽ സ്ഥലമുണ്ട്. അവിടെയാണ് പെണ്ണുങ്ങൾ നിസ്കരിച്ചിൻ്റെ സ്ഥലം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ എയർപോർട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. എല്ലാവരും വണ്ടിയിൽ കയറി എയർപോർട്ടിലേക്ക് തിരിച്ചു. നമ്പർക്കാണ് ഇവരോട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി. അപ്പത്തിന് മറ്റേ വണ്ടിയിലൊക്കെ അവിടെ എത്തിയിരുന്നു. എയർപോർട്ടിൽ എപ്പോഴും തിരക്കന്നെ. ആൻറ്റിമാർക്കൊക്കെ ഒരു ഷാള് കൊടുത്തു. ഓലെ തിരിച്ചറിയാനുള്ള ഒരു ഷാളാണത്. ഓലെ ഗ്രൂപ്പിൽ എല്ലാവർക്കും അത് കൊടുക്കുന്നുണ്ട്. പിന്നെ പോലെ പോകാൻ റെഡിയായി നിൽക്കൽ തുടങ്ങി. ഞാനും ഉറക്കത്തിൽ നീച്ചിട്ട് വലിയ ഉഷാറൊന്നുമില്ല. അതാ ഓല അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ഒരുങ്ങി. ഓലെല്ലാവരോടും യാത്ര പറഞ്ഞ് ഓല ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്കൊക്കെ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പോകാൻ ഓൽക്കും ഉണ്ട് സങ്കടമൊക്കെ. ഓലെ കടലാസും കാര്യങ്ങളൊക്കെ റെഡിയായി. അതുപോലെ ഓരോരുത്തർ ഇതാ ഉള്ളിൽ. ഓല് പോയി. പിന്നെ ഞങ്ങളും മടങ്ങി. ഇപ്പം നേരെ വെളുത്തിങ്ങനെ വരുന്നുള്ളൂ കേട്ടോ സമയം. ഞങ്ങളെ വണ്ടി താറ്റാൻ നിർത്തിയിരിക്കണ്. അപ്പം ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങി അടിയിലെത്താനായി. ഇതവിടെ ഉണ്ടോ നിർത്തിക്കണേ. ഞാനും മുന്നൊക്കെ വണ്ടിയിൽ നല്ല ഉറക്കായിരുന്നു. നേരത്തെ നീച്ചതുകൊണ്ടേ എന്താണ് ഉറക്ക വരലെന്നറിയോ. സമയം ഒരു 7:30 ആയിക്കുന്നു കേട്ടോ. 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. വീടെത്തി. അപ്പോൾ ഓല് റാഹത്തായി ഉംറയൊക്കെ കഴിഞ്ഞ്